അച്ചായൻ്റെ പെണ്ണ് ഭാഗം 3. നന്ദനയോട് ഒപ്പം വരുന്നോന്ന് ചോദിച്ച ശേഷം അവൻ ആ മുഖത്തേക്ക് നോക്കി. ഇല്ല, ഞാൻ പൊയ്ക്കോളാം. അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഓക്കെ, സീ യു ടുമോറോ. ഓക്കെ. അവളും നടന്നു. അതേ, പെട്ടെന്ന് നന്ദന വരുണിനെ വിളിച്ചു. അത്യാഹ്ലാദത്തോടെ അവൻ അവളെ നോക്കി. എന്താ? പേടിയുണ്ടായിട്ടൊന്നുമല്ല, വെറുതെ എന്തിനാ ഒരു സീനുണ്ടാക്കുന്നതെന്ന് ഓർത്തിട്ടാ. അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. ശേഷം നടന്നു നീങ്ങി. ഓ, ഇത് പറയാനാണോ ഇത്രയും ടൈം എടുത്തത്? അവനും മെല്ലെ പോയി തൻ്റെ കാർ സ്റ്റാർട്ട് ചെയ്തു. എന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം അവൾ തന്നെ പേടിയില്ലെന്ന് പറഞ്ഞല്ലോ, അത് തന്നെ ധാരാളം. അത് ഓർത്തപ്പോൾ മനസ്സിലാകെ ഒരു ഉണർവ് തോന്നി. അവളുടെ കൈയും പിടിച്ച് 8 നോയമ്പിന് വന്നേക്കാം, അവളെ എനിക്ക് തന്നേക്കണേ. അവൻ മാതാവിനോട് കണ്ണുകൾ ഇറുക്കിയടച്ച് പറഞ്ഞു. എന്തായാലും എൻ്റെ മാതാവ് സാധിപ്പിച്ചു തരും, ഉറപ്പാണെനിക്ക്. രാത്രിയിലേക്കുള്ള ഫുഡ് മേടിക്കാനായി അവൻ വണ്ടി മെല്ലെ സൈഡിൽ ഒതുക്കി. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് അവൻ ഓർഡർ ചെയ്തത്. അത് നേരത്തെ തന്നെ ഹോട്ടൽ മാനേജർ നവീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡേ, നമ്മുടെ പവൻ ഫായ് എവിടെ? ഇന്ന് കണ്ടില്ലല്ലോ. അവൻ അപ്പുറത്തുണ്ടടാ, ഇന്ന് ഫുൾ തിരക്കായിരുന്നു. ഓക്കേടാ, എങ്കിൽ ശരി എന്നും പറഞ്ഞ് വരുൺ പുറത്തേക്ക് ഇറങ്ങി. കാറെടുത്ത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കണ്ട കാഴ്ച, ഒരു പിഞ്ചു കുഞ്ഞ് കയ്യിലും ഏകദേശം 3 വയസ്സ് തോന്നിക്കുന്ന ഒരു കുഞ്ഞിനെ നടത്തിക്കൊണ്ടും 18 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി നടന്നു ഭിക്ഷയാചിച്ച് പോകുന്നു. ഇത്രയും ഓമനത്തുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലെന്ന് അവൻ ഓർത്തു. ഒരു ബേക്കറിയിലേക്ക് വിരൽ ചൂണ്ടി ആ 3 വയസ്സുകാരി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അതൊന്നും വകവയ്ക്കാതെ ആ അമ്മ അവളെയുമായിട്ട് പോകുന്നു. വരുൺ വേഗം അവരുടെ അടുത്തേക്ക് വണ്ടി ഒതുക്കി നിർത്തി. ആ അമ്മ ഒരു സംശയ ദൃഷ്ടിയോടെ അവനെ നോക്കി. സാറാമ്മേക്കാൾ ഇളയ കുട്ടി, നിഷ്കളങ്ക ഭാവം. ആരോ ചതിച്ച് കടന്നു കളഞ്ഞതാണ്. അരേ ക്യാ ബച്ചാ, ചോക്ലേറ്റ് ചാഹത്താ ഹേ? അവൻ ആ കുട്ടിയെ നോക്കി ചോദിച്ചു. ജി. ആ 3 വയസ്സുകാരി അവനെ നോക്കി പുഞ്ചിരിച്ചു. നൈ നൈ, ചലോ ചലോ. അവൾ ആ കുട്ടികളെയും കൊണ്ട് നടന്ന് നീങ്ങാൻ തുടങ്ങി. ടരെ നൈ, ഏക് മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അവൻ വേഗം ബേക്കറി കയറി കുറേ ചോക്ലേറ്റും സ്വീറ്റ്സും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. അതും കൂടാതെ അവൻ തനിക്ക് കഴിക്കുവാനായി മേടിച്ച ആ പാഴ്സൽ കൂടി അവർക്ക് കൊടുത്തു. അവരുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. നാം ക്യായേ? അവൻ ആ കുഞ്ഞിനോട് ചോദിച്ചു. പക്ഷെ അവൾ മറുപടി പറഞ്ഞില്ല. കാരണം അവളുടെ ശ്രദ്ധ മുഴുവൻ ആ ചോക്ലേറ്റ്സിലായിരുന്നു. അവനെ ഒരുപാട് നന്ദിയോടെ നോക്കിയിട്ട് ആ പെൺകുട്ടി ആ പിഞ്ചു കുഞ്ഞുങ്ങളുമായി നടന്നു നീങ്ങി. അന്ന് മുഴുവനും വരുണിൻ്റെ ചിന്ത അവരെക്കുറിച്ചായിരുന്നു. ഒരുപാട് സങ്കടമായിരുന്നു അവൻ ആ മനസ്സ് നിറയെ. അവർക്ക് ഫുഡ് കൊടുത്തിട്ട് പിന്നെ അവനൊന്നും മേടിച്ചിട്ട് പോലുമില്ല. നീരജാണെങ്കിൽ അവൻ്റെ അടുത്ത് വന്നപ്പോൾ വരുൺ ഭക്ഷണം ഒന്നും കഴിക്കാണ്ടിരിക്കുന്നു. ഡാ മച്ചു, എന്തു പറ്റി? നീ ആകെ ഡെസ്പാണല്ലോ. വരുൺ ഒരുപാട് വിഷമത്തോടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം വരൂടാ. ബട്ട് എന്ത് ചെയ്യാനാ, വിട്ടുകള, പോട്ടെ. നീരജ് അവനെ ആശ്വസിപ്പിച്ചു. ഡാ, ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നീരജ് വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു കാസറോളിൽ ഉപ്പുമാവും 3-4 ഞാലിപ്പൂവൻ പഴവുമായിട്ടാണ് അവൻ തിരിച്ചു വന്നത്. ഡാ, ഇന്ന് പൂർണിമയ്ക്ക് കുറച്ച് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. സോൾട്ട് മാംഗോ ട്രീ ആണ് കേട്ടോ. നീരജ്, നീ ഇതെടുക്കാൻ പോയതാണോ? എനിക്ക് വേണ്ടായിരുന്നു. ഏയ്, അതൊന്നും സാരില്ല. അച്ചായൻ ഇടയ്ക്ക് ഇത്തിരി ഉപ്പുമാവ് കൂടി കഴിക്കുന്നേ. എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമാടാ. അമ്മമ്മച്ചി വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഞാനും പൂർണിമയും കൂടി വരുന്നുണ്ട് നിൻ്റെ അമ്മമ്മച്ചിയെ കാണാൻ. ആ കൈപ്പുണ്യം ഒന്ന് അനുഭവിച്ചറിയാൻ. നീ ഒരു തവണ വന്നാൽ പിന്നെ മറക്കില്ലടാ ഞങ്ങളുടെ നാട്. നെക്സ്റ്റ് ടൈം ആവട്ടെ, നിന്നെ കൊണ്ടുപോകാം. ചിലപ്പോൾ നിൻ്റെ മാരേജിനായിരിക്കും പോകുന്നതെന്നാണ് പൂർണിമ പറഞ്ഞത്. ഏയ്, അതിന് വഴിയില്ലടാ. അതെന്താ? നീ നിൻ്റെ മാരേജ് ഞങ്ങളെ വിളിക്കില്ലേ? സാധ്യത കുറവാൻ വച്ചു. വാട്ട്?
അന്യജാതിപ്പെട്ട പെണ്ണിനെ ഇടവകി അറിഞ്ഞ് കെട്ടിച്ചു തരാൻ പപ്പ സമ്മതിക്കില്ല. ഏ, നീ ഇതെന്തൊക്കെയാ എഴുന്നള്ളിക്കുന്നത്? ചുമ്മാ ഓരോ വർത്താനം. അല്ലടാ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. അവളെ കണ്ടപ്പോൾ മുതൽ എൻ്റെ കിളി പോയി കിടക്കുക. ദേ, നീ വേണ്ടാതീനൊന്നും പറയണ്ട. വെറുതെ ഓരോ മോഹങ്ങൾ ഒക്കെ വേണ്ടെന്ന് വെച്ചോ. നിന്റെ അമ്മമ്മച്ചി അറിഞ്ഞാ നിന്റെ കൈയും കാലും വെട്ടിയിടും. ഏയ് ഇല്ലടാ, കെട്ടുവാണെങ്കിൽ അവളെ മാത്രം. അത് ഞാൻ ഉറപ്പിച്ചു. ഓ, അത്രയ്ക്ക് മനസ്സ് കവർന്നെടുത്ത ആ പെണ്ണേതാടാ? അതൊക്കെ വഴിയെ പറയാൻ വെച്ചു. വരുൺ ആകെ ഉഷാറായി. അപ്പോഴേക്കും നീരജിൻ്റെ ഫോൺ റിങ് ചെയ്തു. അന്നൊരു നാളിൽ നിന്നനുരാഗം പൂ പോലെ എന്നെ തഴുകി. പൂർണിമ വിളിക്കുമ്പോഴുള്ള റിംഗ് ടോണാണ്. ആ ചെല്ല്. പ്രിയസഖി ഒറ്റയ്ക്കിരുന്ന് മടുത്തു. നീരജ് അപ്പോഴേക്കും പോകുവാനായി എഴുന്നേറ്റു. ഓക്കേടാ, ഗുഡ് നൈറ്റ്. അവൻ യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോയി. പൂർണിമയുടെ ഉപ്പുമാവ് കുഴപ്പമില്ല. നന്ദനക്കുട്ടിക്കറിയാൻ മൂടി അച്ചായന് ഉപ്പുമാവ് വെച്ച് തരാൻ. അല്ലെങ്കിൽ വേണ്ട, കുറച്ച് പാലപ്പവും മട്ടൺ സ്റ്റൂവും ആയിക്കോട്ടെ. അതാവുമ്പോൾ അച്ചായന് ഇഷ്ടമാണ്. ഫോൺ റിങ് ചെയ്തപ്പോൾ തന്നെ അവന് മനസ്സിലായി വീട്ടിൽ നിന്നാണെന്ന്. ഹലോ അമ്മമ്മച്ചി, മക്കളെ കഴിച്ചോടാ? വാത്സല്യത്തോടെയുള്ള ആ ഒരു വാചകം മതിയായിരുന്നു വയറ് നിറയാൻ. കഴിക്കുക. ഉപ്പുമാവും പഴവും. ആഹാ, അതൊക്കെ അവിടെ പാഴ്സൽ കിട്ടുമോ മക്കളെ? ഇല്ല മമ്മച്ചി. അന്ന് നടന്ന കാര്യങ്ങളൊക്കെ അവൻ അവരോടും വിശദീകരിച്ചു. അയ്യോടാ, അത് നന്നായി. പാവം കുഞ്ഞുങ്ങൾ. അല്ലെങ്കിലും നിനക്ക് പണ്ടേ ഇത്തിരി മനസ്സലിവ് കൂടുതലാണ്. എന്നതാ അമ്മച്ചി? എന്നതാ അവൻ പറയുന്നത്? ആൻസി അവിടേക്ക് വന്നു. എടീ, അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, അമ്മമ്മച്ചിയുടെ ഊഴുവാണ് അടുത്തത്. അങ്ങനെ സംഭാഷണം നീണ്ടു. ഇച്ചായ ഒരു മിനിറ്റ്, നമുക്ക് വീഡിയോ കോൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സാർ അവൻ്റെ ഫോണിൽ കോൾ ചെയ്തു. ഡി ബ്രൂട്ടസ് എന്തിയേ? ബ്രൂട്ടസ്, നീ ഇങ്ങോട്ട് വാ, ദേ ഇച്ചായം വിളിക്കുന്നു. അവൻ നോക്കിയപ്പോൾ തൻ്റെ ബ്രൂട്ടസ് ഓടി വന്ന് കസേരയിൽ ചാടിക്കയറി. അങ്ങോട്ട് ഇറങ്ങു പട്ടി, കണ്ടില്ലേ അതിൻ്റെ ഒരു ധിക്കാരം? അമ്മമ്മച്ചി, ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനെ പട്ടിയെന്ന് വിളിക്കരുതെന്ന്. വരുൺ അവരോട് ദേഷ്യപ്പെട്ടു. പിന്നെ നീ ഒന്ന് പോടാ കൊച്ചനെ, ഇവറ്റകളെയൊക്കെ തലേക്കെറ്റി വെച്ചിരിക്കുമല്ലേ. എന്നാലും അവനോടുള്ള ആ നായയുടെ സ്നേഹം ഒന്ന് കാണേണ്ടതായിരുന്നു. വരുണിൻ്റെ ഫ്രണ്ട് മാധവ് കൊടുത്തതാണ് ബ്രൂട്ടസിനെ. അങ്ങനെ എല്ലാവരെയും കണ്ട് സംസാരിച്ച് അവൻ ഫോൺ വെച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് വരുൺ കിടന്നപ്പോൾ രാത്രി 10 മണിയായി. പിന്നെയും അവൻ്റെ ഓർമ്മകളിൽ നന്ദനെ ഓടിയെത്തി. എൻ്റെ കർത്താവേ, അവളെ എനിക്ക് തന്നേക്കണേ. അത് മാത്രമേ ഉള്ളൂ എനിക്ക് നിന്നോട് പറയാൻ. അവളുടെ മനസ്സറിയാൻ എന്താണൊരു വഴി? വല്ല മുറച്ചെറുക്കനുമായിട്ട് കല്യാണം പറഞ്ഞ് ഉറപ്പിച്ചതാണോ? യോ, അങ്ങനൊന്നും ഓർമ്മിപ്പിച്ച് ചതിക്കല്ലേ. എന്നെക്കൊണ്ടൊരു കടുങ്കൈ ചെയ്യിപ്പിക്കാൻ ഇടവരുത്തിയേക്കരുത് മാതാവേ. തന്നോട് എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അവളിന്ന് അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും സംസാരിക്കില്ലായിരുന്നു. ആ ഒരു വിശ്വാസം, അതിലാണവൻ. തന്നെയുമല്ല, തന്നെ പേടിയില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ചിരി, അത് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന രോമാഞ്ചം. കാലത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. മാതാവേ പ്ലീസ്, അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പോസിറ്റീവായിട്ട് കിട്ടണേ. അവൻ അക്കരെ മാതാവിൻ്റെ ഫോട്ടോയിൽ നോക്കി പ്രാർത്ഥിച്ചിട്ടിറങ്ങി. കാറ് പാർക്ക് ചെയ്തിട്ട് വരികയും ദേ നടന്നു വരുന്നു നമ്മുടെ നന്ദന. ഹായ്, ഗുഡ് മോർണിംഗ്. അവൻ വളരെ ആക്റ്റീവായിട്ട് അവളോട് പറഞ്ഞു. വെരി ഗുഡ് മോർണിംഗ്. നന്ദന ഇന്ന് ഹാപ്പിയാണല്ലോ. യെസ്, ടീന ചേച്ചി വന്നു. സോ ഓ, ടീന എപ്പോൾ വന്നു? എന്നിട്ട് അവൾ എന്നെ വിളിച്ചില്ലല്ലോ. ചേച്ചിയുടെ ഫോൺ താഴെ വീണ് പൊട്ടിപ്പോയി, അതുകൊണ്ട് നമ്പറില്ലായിരുന്നു. ഓക്കെ, അവളെവിടെ? ഇതുവരെയായിട്ട് കണ്ടില്ല. ഇപ്പോൾ വരും, ദേ അങ്ങോട്ട് പോയതാണ്. ഹായ് വരുൺ ബ്രോ. ശബരീഷ് പാഞ്ഞു വരുന്നുണ്ട്. ഓ നന്ദന, ടീനയെ ഞാൻ വൈകിട്ട് മീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വേഗം ശബരീഷിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഏതാടാ പെണ്ണ്? എൻ്റെ നാട്ടുകാരി ടീനയില്ലേ, അവളുടെ ഫ്രണ്ടാണ്. ഓ, നായരുകുട്ടിയാണോടാ?
നല്ല മൊഞ്ചത്തി പെണ്ണ്. അറിയില്ലടാ, കല്യാണം ഉറപ്പിച്ചതാ, വിട്ടുപിടി. അയ്യോടാ, നീ എങ്ങനെ അറിഞ്ഞു? വന്നപ്പോൾ തന്നെ നീ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തോ? പിന്നില്ലേ, ഇത്രയും സുന്ദരിയായ പെണ്ണിനെക്കുറിച്ച് ഞാൻ തിരക്കാതിരിക്കുവോടാ. ഓ, ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചില്ല. അവർ രണ്ടാളും കൂടി കോറിഡോറിലൂടെ നടന്നു നീങ്ങി. അന്ന് പകൽ മനഃപൂർവ്വം അവൻ ടീനയുടെ മുമ്പിൽപ്പെടാതെ നിന്നു. കാരണം അത് കാഞ്ഞിരപ്പള്ളിക്കാരൻ്റെ കൂർമ്മ ബുദ്ധിയായിരുന്നു. വൈകുന്നേരം ടീനയും നന്ദനയും വണ്ടി കയറ്റിക്കൊണ്ട് പോകണം. അതാണ് അച്ചായൻ്റെ പ്ലാന്. ഡി ടീന, ഹായ്ഡാ. അന്ന് ബസ്സിൽ കയറി ടാറ്റ പറഞ്ഞു പോയതല്ലേടി നീ? പിന്നെ ഒരു വിവരവും ഇല്ലായിരുന്നല്ലോ. എൻ്റെ എടാ ഒന്നും പറയണ്ട. വല്യമ്മച്ചയ്ക്ക് കൂടുതലായോണ്ട് ഒരുപാട് ആളുകൾ വന്നായിരുന്നു. അതിലൊരു തുരപ്പൻ എൻ്റെ ഫോൺ പൊട്ടിച്ചു കളഞ്ഞു. അതാര്? ഡെന്നീസ് അച്ചായൻ്റെ ഇളയ കൊച്ച്. ആ, ബെസ്റ്റ്. ആട്ടെ, നീ വരുന്നോ? ഡ്രോപ്പ് ചെയ്യാം. അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നന്ദനയിലായിരുന്നു. യോ, ബിഗ് താങ്ക്സ് ഡാ. നന്ദന, പോകാം. ഞാൻ ആകെ മടുത്തിന്ന്. അവൾ നന്ദനയുടെ കയ്യിൽ പിടിച്ചു. ഇക്കൊല്ലത്തെ പെരുന്നാൾ നടത്തുന്നത് നിന്റെ ചേട്ടായിയാണോടാ? മമ്മി പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നു. നന്ദന എന്താ ഒന്നും മിണ്ടാത്തത്? അവൻ തൻ്റെ വലതുകര ഒന്ന് കുടഞ്ഞു. നമ്മൾ ഗ്യാപ്പ് കൊടുക്കുന്നില്ലല്ലോ. ടീന ചിരിച്ചു. ഏകവചനം മതി. ഓ, എന്ന്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. ടീനയാണെങ്കിൽ ഒരു ബേക്കറിയിലേക്ക് കയറിപ്പോയി. നന്ദനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വരുൺ അവളെ നോക്കി. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും അനുജത്തിയുമാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അവൾ അത് പറയുകയും തൻ്റെ തലയിൽ ഇടിത്തീ വീണതുപോലെയാണ് പാവം വരുണിനപ്പോൾ തോന്നിയത്. തുടരും. സ്റ്റോറി വായിച്ചിട്ട് കമൻറ്റ് ചെയ്യണേ.